വേറൊന്നും കിട്ടാനായിട്ട് ദേ കൊട്ടയും കൊട്ടയായിട്ട് ഇറങ്ങിക്കണം കേട്ടോ. അപ്പോൾ ആ കൊട്ടക്കകത്ത് എന്താണെന്നറിയണ്ടേ, ഉണക്കച്ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ കൊട്ടയുടെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. അപ്പോൾ നമുക്കിന്ന് ഉച്ചക്കത്തേക്ക് ഉണക്കച്ചെമ്മീനും വറുത്തെടുക്കാം, പീസ് പരിപ്പ് ഒലത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ പരിപ്പിന് ഞാൻ കഴുകി അടപ്പത്താക്കുന്നുണ്ട്. ആ നേരം കൊണ്ട് നമുക്കിപ്പോൾ ഉച്ചക്കത്തേക്ക് മാത്രമുള്ളത് കുറച്ചങ്ങോട്ട് കിള്ളിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത്തിരി ഉള്ളിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കല്ലിൽ നന്നായിട്ട് ചതച്ചെടുക്കാവേ. ആ ഒരു സമയം കൊണ്ട് ഉണക്കച്ചെമ്മീൻ കഴുകി ഇത്തിരി ഉപ്പൊക്കെ പുരട്ടി ഞാൻ വറുക്കാൻ അടപ്പത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയും ദേ ഇടിയോടിടി ഒരു അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉള്ളിയും കൂടെ, അത് പരിപ്പ് താളിക്കാൻ വേണ്ടിയിട്ടാണേ. അങ്ങനെ ഉണക്കച്ചെമ്മീനെല്ലാം വറുത്ത് ഒരു മാറ്റട്ടെ. അത് അപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് പരിപ്പും താളിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പരിപ്പ് കറി ഇങ്ങനെ അല്ലട്ടോ, ശരി അതിലെല്ലാം കട്ട കുത്തിപ്പോയി. അങ്ങനെ ചെമ്മീൻ വറുത്ത് മാറ്റിയ എണ്ണയിൽ തന്നെ ഉള്ളി നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് തീ ഓഫാക്കിയിട്ട് ആ ഉണക്കച്ചെമ്മീനും കൂടെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതേ ഒരു മുട്ടയും കൂടെ വറുത്തെടുക്കുന്നുണ്ട്, ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും റെഡിയായി. അങ്ങനെ ദേ ചേട്ടനും അപ്പനൊക്കെ ചോറ് കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ദേ ചീനച്ചട്ടിക്കകത്തോട്ടൊരു ഇത്തിരി ചോറും പിന്നെ ആ കട്ട പിടിച്ച പരിപ്പില്ലേ, എനിക്ക് അത്രയ്ക്ക് ബോധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരു മുട്ട വറുത്തതും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ ആർഭാടത്തിനൊരു നെല്ലിക്ക്. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു പിടി പിടിക്കുക. അപ്പോൾ ഞാൻ പോയി ഇരുന്ന് കഴിക്കട്ടെ. അപ്പോൾ അത്ര ഉള്ളൂ കേട്ടോ.